നമസ്കാരം. ലോകത്ത് ഇന്ന് ഏറ്റവും അധികം ആളുകൾ നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പ്രമേഹം. അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പ്രമേഹ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത, പ്രമേഹത്തിൻ്റെ അളവ് പരിശോധിക്കുന്നതിനായി പുറത്തിറക്കിയ മോണിറ്ററുകളിൽ, ഒരു വലിയ കമ്പനി പുറത്തിറക്കിയ മോണിറ്ററുകളിൽ ഗുരുതരമായ സാങ്കേതിക തകരാറുണ്ടായിട്ടുണ്ട് എന്നാണ്. അബോട്ട് എന്നാണ് ഈ ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ പേര്. ഇവർ നിർമ്മിച്ച് പുറത്തിറക്കിയ ഈ മോണിറ്ററുകളിൽ ഗുരുതരമായ സാങ്കേതിക പിഴവ് കണ്ടെത്തിയതിനെ തുടർന്ന് അവയെല്ലാം തന്നെ തിരികെ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കമ്പനി. അബോട്ട് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. തങ്ങൾക്കിങ്ങനെ ഒരു പിഴവ് പറ്റി എന്നുള്ള കാര്യം അവർ തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ അമ്പരപ്പിക്കുന്നൊരു കാര്യം, 17 രാജ്യങ്ങളിലേക്ക് അയച്ച ഈ മോണിറ്ററുകളാണ് ഇപ്പോൾ തിരികെ വിളിക്കാൻ കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ്. ശരിക്കും പ്രമേഹ രോഗികൾ ഇത് ഉപയോഗിച്ചിരുന്നവരൊക്കെ തന്നെ ആകെ അമ്പരപ്പിലാണ് ഇപ്പോൾ. കാരണം തെറ്റായ അളവ് കാണിച്ചതിനെ തുടർന്ന് പലർക്കും വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി എന്നാണ് പറയുന്നത്. ചില ആളുകൾ മരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സ തേടേണ്ടി വന്നു എന്നും പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ ഉപകരണം ഉപയോഗിക്കുമ്പോൾ നമുക്ക് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് തീരെ കുറവാണ് എന്ന് കണ്ടാൽ അതിനുള്ള സംവിധാനം നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തീരെ കൂടുതലാണ് എന്ന് കണ്ടാലും തീരെ കുറവാണെന്ന് കണ്ടാലും ഒക്കെ തന്നെ നമ്മുടെ മരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭക്ഷണ സാധനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇത് കുറയാനും കൂടാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഈ മീറ്ററിൽ കാണിച്ചിട്ടുള്ള അളവുകൾ തെറ്റാണ് എങ്കിൽ നമ്മൾ സങ്കല്പിച്ച് നോക്കുക, എത്ര അബദ്ധമായിരിക്കും നമ്മൾ ചെയ്യുക എന്നുള്ളത്. ഏതായാലും ഇത് പുറത്തിറക്കിയ ഉടൻ തന്നെ കമ്പനി ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നില്ല. അമേരിക്കയിൽ മാത്രം 3 ദശലക്ഷം, അതായത് 30 ലക്ഷത്തോളം ഇത്തരം മോണിറ്ററുകളാണ് ഈ കമ്പനി പുറത്തിറക്കിയിരുന്നത്. കൂടാതെ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ഉൾപ്പെടെയുള്ള ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഇത്തരത്തിലുള്ള ഈ കമ്പനിയുടെ മോണിറ്ററുകളാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഏതായാലും ഇത് കണ്ടെത്തിയതിനെ തുടർന്ന് കമ്പനി തന്നെ അതിന് പരിഹാരവുമായി രംഗത്തിറങ്ങിയത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. അബോട്ട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തങ്ങൾ ഇത്തരം മീറ്ററുകളുടെ ഈ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച് പുതിയ മീറ്ററുകൾ വ്യാപകമായി ഇപ്പോൾ വിപണിയിൽ ഇറക്കുന്നുണ്ട്. ആളുകൾക്ക് അത് വാങ്ങാം. ഇത് സംബന്ധിച്ച് നേരത്തെ ഉപയോഗിച്ചിരുന്ന ആളുകൾക്കൊന്നും തന്നെ ഇതിൻ്റെ ക്ഷാമം അനുഭവപ്പെടുകയില്ല എന്നാണ് ഇപ്പോൾ കമ്പനി ഉറപ്പ് നൽകുന്നത്. മാത്രമല്ല, ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിച്ചുമൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അംശവും രക്തസമ്മർദ്ദവും ഒക്കെ മനസ്സിലാക്കാനുള്ള സംവിധാനം ഇന്ന് നിലവിലുണ്ട്. പക്ഷേ ലോകത്തെ ഭൂരിപക്ഷം ആളുകളും വിശ്വാസത്തോടുകൂടി ഉപയോഗിക്കുന്ന ഇത്തരം മോണിറ്ററുകളാണ്. അവ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള പിഴവുണ്ടാക്കുകയാണ് എങ്കിൽ എത്രത്തോളം ആളുകളുടെ ആരോഗ്യസ്ഥിതി അത് ഗുരുതരമായി ബാധിച്ചിരിക്കാം എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രയും വലിയ തോതിലുള്ള ദോഷമാണ് ഇത് ഇപ്പോൾ വരുത്തി വെച്ചിട്ടുള്ളത്. ഈ കമ്പനിയുടെ ഫ്രീസ്റ്റൈൽ ലിബ്രെ 3, ഫ്രീസ്റ്റൈൽ ലിബ്രെ 3+ എന്നീ സെൻസറുകളാണ് ഇപ്പോൾ കമ്പനി തിരികെ വിളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ 2 ഇനങ്ങളിലുമാണ് ഇതിൻ്റെ തകരാർ കണ്ടെത്തിയിട്ടുള്ളത്. കമ്പനിയുടെ തന്നെ സ്വന്തം ഫാക്ടറികളിൽ തന്നെയാണ് ഇവ നിർമ്മിച്ചത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാങ്കേതിക തകരാറുണ്ടായതെന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം കമ്പനി നടത്തുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ആളുകളോട് പരിഭ്രാന്തരായിരിക്കേണ്ട കാര്യമില്ല എന്നും ഇതിൻ്റെ തകരാറുകൾ പരിഹരിച്ച് തന്നെയാണ് ഞങ്ങൾ പുതിയ മോണിറ്ററുകൾ പുറത്തിറക്കുന്നതും എന്നാണ് ഇപ്പോൾ അബോട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്ക പോലെ രാജ്യങ്ങളിൽ തന്നെ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾക്കാണ് പുതുതായി ഈ പ്രമേഹം പിടിപെടുന്നത്. ടൈപ്പ് 1, ടൈപ്പ് 2 വിഭാഗത്തിൽപ്പെട്ട പ്രമേഹമാണ് പ്രധാനമായും ഇവിടുത്തെ ആളുകളെ പിടികൂടുന്നത്. അവ നിർണ്ണയിക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനുമൊക്കെ ഉപയോഗിച്ചിരുന്ന മോണിറ്ററുകളാണ് ഇപ്പോൾ പ്രമേഹ രോഗികളെ ഇരട്ടി കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്.